അതിന് വാപ്പായും ഉമ്മായും ദീനുള്ളവരായി മാറണം. അതും വലിയൊരു വിഷയമാണ്. ഇന്നത്തെ തലമുറയിൽ ഏറ്റവും കൂടുതൽ റീൽസ് കളിച്ചുകൊണ്ട് നിലകൊള്ളുന്നത് രക്ഷിതാക്കളാണ്. മക്കളുടെ കയ്യിൽ ക്യാമറ കൊടുത്തിരിക്കുന്നു. എന്റെ വാപ്പ റാഹത്തായിട്ട് കേറ്റിയെ പോറ്റിയെ എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പൊ പാടുന്നില്ല. അതും പാടിക്കൊണ്ട് വാപ്പ നിൽക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ അത് പാടാൻ പറ്റൂല. ഇപ്പൊ അത് കേസി കിടക്കാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. ഇത് വാപ്പ പാടുകയാണ്. വാപ്പായും ഉമ്മായും കൂടെ ഇത് പാടുന്നത്. മകനെ കൊണ്ടാണ് ഇത് റീൽസ് എടുപ്പിക്കുന്നത്. അങ്ങനത്തെ കാലമാണ് ഇപ്പോൾ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെ എത്തി, ലോകം എവിടെ എത്തി ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. പിന്നെ എങ്ങനെ മക്കൾ നന്നാവും? ഈ വാപ്പ തന്നെ പിന്നെ മോനോട് മൊബൈൽ താഴെ വെക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഉമ്മാക്ക് വേണ്ടി റീൽസുകളെല്ലാം ചെയ്തു കൊടുത്തതാകുന്ന മകളോട് പറയാണ്, നീ മൊബൈൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കരുതെന്ന് മകളോട് പറഞ്ഞാൽ ആ മകൾ എത്രത്തോളം അനുസരിക്കും? ചിന്തിക്കും. ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ കുടുംബജീവിതത്തെ താറുമാറാക്കി കൊണ്ടു നടക്കുന്നവർ മഹ്ശറയിൽ വല്ലാതെ വിലപിക്കും. അവിടെയാണല്ലോ ഇതെല്ലാം കേസുകൾ അവിടെയാണ് ഫയൽ ചെയ്യുന്നത്. ഇവിടെ ദുന്യാവ് നിനക്ക് റായത്താണ്, കുറഞ്ഞ കാലഘട്ട ജീവിതം, 10-40 വർഷമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ചിലപ്പോൾ സ്വന്തം കാലിൽ നിൽക്കും. പ്രത്യേകിച്ച് കണ്ണൂരുകാരാകുമ്പോൾ പിന്നെ വാപ്പാടെ തണ്ണിൽ തന്നെയാണല്ലോ റാഹത്തായിട്ട് നല്ല റൂമുണ്ട്, സെറ്റായി നല്ല മട്ടനും കൂട്ടനും ഒക്കെ അടിച്ച് സെറ്റായിട്ട് റാഹത്തായിട്ട് കിടക്കാം. വാപ്പാടെ തണലുണ്ട്, സുഖമായിട്ടൊക്കെ ജീവിക്കാം. ഭർത്താവിനെ ഇടങ്ങേറാക്കിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. വാപ്പ അല്പം സ്വല്പമൊക്കെ ഇച്ചിരി കച്ചവടമാണെങ്കിൽ അതൊക്കെ പറ്റി ജീവിച്ച് ഇവിടെ ദുന്യാവിൽ അങ്ങനെ നിന്റെ അറ ഉള്ളതോടത്തോളം കാലം അതിനകത്തിരിക്കാം. ദുന്യാവൊക്കെ നാളെ മഹ്ശറിലോട്ട് ചെല്ലുമ്പോൾ ഇതിനൊക്കെ ഹിസാബ് ഇടപെടും. ആവശ്യമില്ലാത്ത വിഷയത്തിൽ കുടുംബജീവിതം താറുമാറാക്കി മക്കളെ പ്രയാസപ്പെടുത്തി കുടുംബജീവിതം ഒഴിവാക്കിയൊക്കെ ജീവിക്കുന്നതിൻ്റെ ഇടി നാളെ കിട്ടും. സഹോദരിമാരെ, സഹോദരങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ആരുടെയും കുടുംബജീവിതം അത്ര സന്തോഷമൊന്നുമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രയാസമുണ്ട്. ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ഒരു കുടുംബജീവിതം ആരും നയിച്ചിട്ടില്ല. എല്ലാവരും ദ്വാരക്കല്ല അലി റളിയല്ലാഹുവിന്റെ ഫാത്തിമാവിയുടെയും ജീവിതം പോലെ എന്ന് പറഞ്ഞു. ഭയങ്കര ജീവിതമല്ലേ? പിണക്കം ഇഷ്ടം പോലെ ഉണ്ടായിട്ടില്ലേ? പക്ഷെ ആ പിണക്കങ്ങളൊക്കെ അവർ മാറ്റിയെടുക്കാൻ അവർ തയ്യാറായി. വളരെ മനോഹരമായി ജീവിതം നയിക്കാൻ അവർ തയ്യാറായി. നമ്മളും അങ്ങനെ കഴിയണം. പിണക്കമില്ലാത്തതാകുന്ന കുടുംബജീവിതം ഇല്ല. ഈ സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്നതല്ല യഥാർത്ഥ ജീവിതം. അങ്ങനെയാണെങ്കിൽ അഭിനയിക്കുന്ന ആ നടീനടന്മാർ, കേരളത്തിൽ 50ഓളം നടീനടന്മാർ വിവാഹമോചിതരാണ്. അറിയോ നിങ്ങൾക്ക്? കേരളത്തിലെ 50ഓളം നടീനടന്മാർ വിവാഹ ജീവിതം മോചിപ്പിച്ച് കഴിയുന്ന ആളുകൾ 50ഓളം പേരുണ്ട്. യൂട്യൂബിൽ അങ്ങനെ തന്നെ അടിച്ചു നോക്കിയാൽ അങ്ങനെ തന്നെ കാണാം. വെറുതെ പറയല്ല, യൂട്യൂബിൽ നിങ്ങൾ അങ്ങനെ തന്നെ സെർച്ച് ചെയ്ത് നോക്കി. കേരളത്തിലുള്ളതാകുന്ന 50ഓളം നടീനടന്മാര് വിവാഹമോചനം നടത്തിയിട്ടുള്ള ആളുകളാണ്. കേരളത്തിലെ, പുറത്തെന്ന് പറയണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്. അവരെയാണല്ലോ ഇപ്പൊ നിങ്ങൾ വലിയ റോൾ മോഡലായിട്ട് അവരെയാണല്ലോ പിൻപറ്റിക്കൊണ്ട് നിൽക്കുന്നത്. അവരുടെ സിനിമ കാണാനും അവരുടെ കൊടി പിടിക്കാനുമാണല്ലോ വലിയ താല്പര്യം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്നാ മനസ്സിലായിക്കോ, അവരൊക്കെ കൂടുതൽ അഭിനയിച്ചുകൊണ്ട് പോവാണ്, ബാക്കിയുള്ളവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇനി അതും കൂടി പോകണ്ടെന്ന് കരുതിയിട്ട് അവർ തൽക്കാലം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രയാസമാണ്. ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസങ്ങളുണ്ടാവും. അത് വളരെ സന്തോഷകരമായി മുന്നേറാൻ കഴിയണമെങ്കിൽ നമ്മൾ ദീന് കൂടി ഒന്ന് മുറുകെ പിടിക്കണം. ദീനില്ലാതെ പോയാൽ അള്ളാഹു എല്ലാ ചങ്ങലയും പൊട്ടിച്ചു കളയും. ദീനില്ലാതാകുന്നതാണ് അതിൻ്റെയൊക്കെ മർമ്മപ്രധാനം. നിസ്കാരവും ഖുർആനും ദിക്റും ഔറാദും കാര്യങ്ങളും ഒക്കെ വളരെ ശ്രദ്ധിച്ച് ദീനപരമായി ജീവിതം നയിച്ചാൽ അള്ളാഹു ആ ബന്ധം ശാക്തീകരിക്കും, അത് ദൃഢപ്പെടുത്തും. നിസ്കാരവും ഔറാദും ദിക്റും ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ ആ ബന്ധം പതുക്കെ 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 ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപ്പെട്ടു പോകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. മഗ്‌രിബിന്റെ സമയത്ത് ഒരുമിച്ചിരുന്ന് ദിക്റ് ചൊല്ലിയേക്ക്, ആ ബന്ധം ദൃഢമാവും. മഗ്‌രിബ് ഇശായിനിടയിൽ ഉമ്മായും വാപ്പായും ഒക്കെ മുസാഫ് എടുത്തിട്ട് യാസീനും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിയോത് മക്കളോട് പറയേണ്ട കാര്യമില്ല. മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് മുസാഫ് എടുക്കും. നിങ്ങൾ മൊബൈൽ എടുക്കുന്നതുകൊണ്ടാണ് അവർ മൊബൈൽ എടുക്കുന്നത്. നിങ്ങൾ ഖുർആൻ എടുത്താൽ അവർ ഖുർആൻ എടുക്കും. ആധുനിക ശാസ്ത്രം പറയുന്നതിൽ ഏറ്റവും കൂടുതൽ പറച്ചിലേക്കാളുള്ള എഫക്റ്റാണ് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ മക്കളോട് കൂടുതൽ പറയണ്ട, നമ്മൾ ചുമ്മാ ചെയ്യുന്നത് കണ്ട മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെങ്ങനെ പിൻപറ്റും. നമ്മൾ പറയുന്നതൊന്ന്, ചെയ്യുന്നത് വേറൊന്ന്. അങ്ങനെ ആവുമ്പോഴാണ് വിഷയം. അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു, ദീർഘിപ്പിക്കുന്നില്ല. ഈ ആയത്ത് ഓതിയത് വെച്ചത് മാത്രം പൂർത്തീകരിക്കാം. നാളെ മഹ്ശറയിലേക്ക് എത്തിയിട്ട് ആളുകൾ വിലപിക്കും. തമ്മാടികളായ ആളുകൾ, ഈ ദുനിയാവിൽ എല്ലാ നീചവൃത്തികളും ചെയ്തതാകുന്ന മനുഷ്യൻ, മാനവൻ മഹ്ശറിൽ വെച്ചുകൊണ്ട് കത്തിച്ചിരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളെന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോൾ നരകത്തിന്റെ തീജ്വാലകൾ കാണുന്ന അവസരത്തിൽ പേടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയും, യവദ്ദുൽ മുജ്രിമു, ഓരോ തമ്മാടികളാകുന്ന റൗഡികളായി ദുനിയാവിൽ ജീവിച്ച മനുഷ്യരും അന്ന് കൊതിക്കും. അള്ളാഹ് പറയാ,
അല്ലാഹു പറയാ നാളെ മഹ്ശറിൽ ഇത് ഉണ്ടാവും. എന്താവും പറയുന്നത്? ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ പകരം നൽകാം. ഈ കത്തിച്ചൊലിക്കുന്ന നരകത്തെ തൊട്ട് എന്നെ നീ സംരക്ഷിക്കണേ അല്ലാ. നരകത്തിന്റെ തീജ്വാലകൾ ആളിപ്പടരുന്നത് കാണുമ്പോ പേടിച്ചുകൊണ്ട് ഭയചകിതനായി വിറച്ചുകൊണ്ട് ഇതാ വാപ്പ വിളിച്ചു പറയുകയാണ്, അല്ലാ, എന്റെ മകനെ നിനക്ക് ഞാൻ നൽകാം, എന്നെ ഈ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. തീർന്നില്ല. വസാഹിബതിഹി വഅഖീ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൂടപ്പിറപ്പിനെ നിനക്ക് ഞാൻ നൽകാം. ഇന്നലെ വരെ എന്നോടൊപ്പം ചുംബനം നൽകിക്കൊണ്ട് കടന്നതായ എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നരകത്തിൽ വലിച്ചെറിയാൻ നൽകാൻ ഞാൻ റെഡിയാണ് അല്ലാ. ദുനിയാവിൽ ഭാര്യയ്ക്ക് വേണ്ടി കിഡ്നി കൊടുത്തവനാണ്, അവളുടെ കിഡ്നി സ്വീകരിച്ചവനാണ്, വലിയ സ്നേഹബന്ധം വെച്ചവനാണ്, രക്തം പരസ്പരം കൊടുത്തവനാണ്. എന്നാൽ ഇതാ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ നരകത്തെ നേർക്ക് നേരെ കാണുകയാണ്, അദാബുകൾ നേർക്ക് നേരെ കാണുമ്പോ ഇവന് വിരമിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാ, ഈ നരകത്തിലേക്ക് എന്നെ നീ ഇടരുത് അല്ലാ. എന്റെ ഭാര്യയെ നരകത്തിന്റെ അവകാശിയാക്കിക്കോ അല്ലാ. വാഖീ, എന്റെ പ്രിയപ്പെട്ട സഹോദരനെ, എന്റെ കൂടപ്പിറപ്പിനെ നിനക്ക് ഞാൻ നൽകാം അല്ലാ. എന്നാലും എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിയരുത് അല്ലാ. വമൻ ഫിൽ അർളി ജമീഅ ثم ينجي. എന്റെ ഭാര്യയെ നൽകാം, എന്റെ സഹോദരനെ നൽകാം, എന്റെ മാതാപിതാക്കളെ നൽകാം, എന്റെ ജീവന്റെ ജീവനാകുന്ന പ്രിയപ്പെട്ട മക്കളെ നിനക്ക് ഞാൻ നൽകാമല്ലാ. ഈ ലോകത്ത് ആരെ വേണമെങ്കിലും പറഞ്ഞാലും, ലോകത്താരെ നീ ചൂണ്ടിയാലും അവരെ എനിക്ക് പകരമായി നരകത്തിൽ പകരം നൽകാം അല്ലാ. എന്നെയൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോ അല്ലാഹു മലക്കുകൾ മുഖേന പറയുകയാണ്, കല്ലാ ഇന്നഹാ ലവാ. വേണ്ടടാ, അക്കാണത് ലവാ എന്ന് പറയുന്ന നരകമാണ്. ആ നരകത്തിലേക്കാണ് നിന്നെ പ്രവേശിക്കപ്പെടുന്നത്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. 60-70 വയസ്സ് വരെ ജീവിച്ചവനല്ലേ ഒരുപാട് വായിലീങ്ങൾ വന്ന് നിങ്ങളുടെ നാട്ടിൽ വന്നുകൊണ്ട് മതപ്രസംഗം നടത്തിയതല്ലേ? ആ വാതുകൾ ഒരു കാതിലൂടെ കേട്ടുകൊണ്ട് മറുകാതിലൂടെ കടത്തിവിട്ട് ദീനിനെ കളവാക്കി കഴിഞ്ഞവരല്ലേ? ഒരുപാട് വർഷക്കാലം ജീവിക്കുകയും ഒരുപാട് പ്രവാചകരെ നിങ്ങൾക്ക് മുന്നറിയിപ്പാരായി നിങ്ങളുടെ നാട്ടിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്തിട്ടില്ലേ? എന്നിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് അനുസരിച്ചിട്ടില്ല? അതുകൊണ്ട് ഇനി നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഇത് പരലോകമാണ്. ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മാറി ചിന്തിക്കാനുള്ള, തൗബ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. ആ അവസരങ്ങളെ കളഞ്ഞവരല്ലേ? കല്ലാ, വേണ്ടടാ. ഇനി നിന്റെ അടവൊന്നും എന്നോട് വേണ്ട. ആ കാണുന്നതിൽ അല്ലാ എന്ന നരകമാണ്, നിനക്കുള്ളതാകുന്ന നരകമാണത്. നസാഅതൽ ലിശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ. ലലാ എന്ന് പറയുന്ന നരകത്തിന്റെ തീജ്വാലകൾ പുറത്തേക്ക് തെറിക്കുന്നത് കണ്ട് ഓടി മാറുന്നതാകുന്ന മനുഷ്യന്റെ മൂർധാവിലേക്ക് തീ ചെന്ന് പിടിക്കുകയാണ്. അവന്റെ തലയെ ചുട്ടെടുക്കുന്നതാണ്, കരിച്ചെടുക്കുന്നതാണെന്ന് വിശുദ്ധമായ ഖുർആൻ. രാത്രി സമയങ്ങളിൽ അറേബ്യൻ ഫുഡുകൾ തേടിക്കൊണ്ട് നടങ്ങുന്നതായ പ്രിയപ്പെട്ട പെങ്ങളെ, ചെറുപ്പക്കാരാ, സഹോദരി, ഓരോ ഫുഡിന്റെ ചാനകൾ കടന്നു വരുമ്പോ
അതിലെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് അത് മുഴുവനും കണ്ടു തീർത്തുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിതത്തെ കൊണ്ടു നടക്കുന്നതായ ചെറുപ്പക്കാരില്ലേ, സഹോദരിമാരില്ലേ, ശവായ എന്ന പദത്തെ പരിചയപ്പെട്ടവരില്ലേ? ലോകത്താദ്യമായി പദം പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ഖുർആനാണ് നസാഅത്തൽ ലിശവാ. നരകത്തെ പറഞ്ഞ സ്ഥലത്താണ് അല്ലാഹു ശവാ എന്ന പദം പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന്റെ തലച്ചോറ് ചുട്ടെടുക്കുകയാണ്, അവന്റെ മൂർധാവ് കരിച്ചെടുക്കുകയാണ്, അവന്റെ തലച്ചോറ് അല്ലാഹു ചുട്ടെടുക്കുന്നതായ നരകമാണ്. ലള എന്ന നരകമെന്ന് വിശുദ്ധമായ ഖുർആൻ തദൂ മൻ അദ്ബറ വതവല്ല. പിറകോട്ടോടി മാറി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന കരുതിക്കൊണ്ട് വഴുതി മാറി സഞ്ചരിക്കുന്നവരെ, അബദ്ധ സഞ്ചാരത്തിലൂടെ പോയ മനുഷ്യ, പെങ്ങളെ, സഹോദര, സഹോദരി, നിന്നെ ഇതാ പരിപൂർണമായി നരകമിതാ വിഴുങ്ങുകയാണ്, വിഴുങ്ങുകയാണ്. ഭർത്താവിനെ കളവാക്കിക്കൊണ്ട് നടന്നവളല്ലേ, സിനിമ കണ്ടുകൊണ്ട് നടന്നവളല്ലേ, ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവളല്ലേ, ജീവിതത്തെ ദിക്റിലില്ലാതെ, ഖുർആനില്ലാതെ, പരിശുദ്ധമായ ദീനിന്റെ ചിട്ടവട്ടങ്ങളില്ലാതെ ജീവിതത്തെ ഹറാമായ തലത്തിലേക്ക് ബന്ധപ്പെടുത്തിയവളല്ലേ. ഓരോ കല്യാണങ്ങൾ കടന്നു വരുമ്പോ ഓരോ പുതുവസ്ത്രം വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ ഒച്ചപ്പാടുണ്ടാക്കി അതിനുവേണ്ടി ബഹളം വെച്ചുകൊണ്ട് അടിച്ചു പൊടിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞവളല്ലേ. ആസ്വാദനത്തിന്റെ തീരം തീർത്ത പെങ്ങളല്ലേ. നസാഅത്തൽ ലിശവാ. നിന്റെ മൂർധാവിലേക്ക് നരകമിതാ പിടിക്കുകയാണ്, പിടിക്കുകയാ. നിന്റെ തല ഇതാ ചുട്ടെടുക്കുകയാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാന്റെ ദീനിന് വേണ്ടി, അള്ളാന്റെ പള്ളിക്ക് വേണ്ടി, അള്ളാന്റെ മദ്രസയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ കലാലയങ്ങൾക്ക് വേണ്ടി സമ്പത്ത് കൊടുക്കാതെ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ, നിരാലന്മാർക്ക് അവലംബമാകാതെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അത് പരിപൂർണമായി സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ജീവിച്ചവരില്ലേ, അവരെയും പിടികൂടുന്ന നരകമാണ് ലള എന്ന നരകമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും അത് തനിക്ക് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്ത ആളുകൾ, അവർക്കും അപകടമാണ്. ദീനിന് വേണ്ടി കൊടുക്കുന്നില്ല, എല്ലാം തന്റെ കാര്യത്തിനേക്ക് വേണ്ടി, തനിക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മാത്രം സമ്പാദിക്കുന്ന ആളുകൾ വലിയ അപകടമാണ്. ദുനിയാവിന്റെ ആളുകളാണവർ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവർക്കും ലള എന്ന നരകം, ജഹന്നമ് നരകത്തിന്റെ ഒരു പേരാണ്, ജഹീം മറ്റൊരു പേരാണ് നരകത്തിന്റെ. ലള നരകത്തിന്റെ ഒരു പേരാണ്, ഹുത്തമ മറ്റൊരു നരകമാണ്, ഹാവിയ മറ്റൊരു നരകമാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞതാ ലള. ഈ നരകത്തിന്റെ പ്രത്യേകത എന്താ? നേരെ മൂർധാവിലെ പിടിക്കുക, എന്റെ തീ വന്നിട്ട് നേരെ തലയ്ക്ക് പിടിച്ചിട്ടാണ് തല ചുട്ടെടുക്കും. നസാഅത്തൽ ലിശവാ. ശവായ എന്നും പറഞ്ഞിട്ട് സാധനം, ശവായ 2 കഷ്ണം എടുക്കുമെന്ന് പറഞ്ഞ് വഹിക്കുന്നില്ല, ഒരു ക്വാർട്ടർ അടിച്ചു വരുന്നില്ല, ആളെ തലച്ചോറ് ചുട്ട് തരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ പദം എവിടുന്ന വന്നത്? നരകത്തിനെ പരിചയപ്പെടുത്തിയ സ്ഥലത്തു നിന്നാണ് ഈ പദം വന്നത്. നസാഅത്തൽ ലിശവാ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. തലച്ചോറ് ചുട്ടെടുക്കും, സ്പെഷ്യലാണ്, മനുഷ്യന്റെ തലച്ചോറാന്നുള്ളൂ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതെവിടെ ഉണ്ടാകുക? ലള എന്ന നരകത്തിലാണ് ഉണ്ടാവുക. അതാർക്കാണ്? ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് നടന്നവൻ, സമ്പത്ത് കൊണ്ട് ദൂർത്തടിച്ച് ദീനിന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ നടന്ന് സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് നടന്ന ആളുകൾ, അവർക്ക് നാളെ ലള എന്ന നരകമായിരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നമുക്ക് കുറഞ്ഞ കാലഘട്ട ജീവിതമേ ഉള്ളൂ. 60-70 വയസ്സുള്ള കാലഘട്ടം. ഉള്ള കാലഘട്ടത്തിൽ നല്ല നിസ്കാരം, നല്ല ചിട്ട, നല്ല ദീനിയായ അമലുകളുമായി ബന്ധപ്പെട്ട് മുന്നേറി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലൊക്കെ ഒന്നുണ്ട് അവർക്ക് സൈഡിലോട്ട് പോകാൻ. ചില ആളുകളെ കണ്ടിട്ടില്ലേ, നേരത്തെ പള്ളി വന്നിട്ടുണ്ട്, എന്നാലും 1-ാമത്തെ സഫിൽ നിൽക്കൂല, അയാളിങ്ങനെ പുറകോട്ട് വരും. ചിലർക്ക് 3-ാമത്തെ സഫ് തന്നെ ഇഷ്ടം. അതിനൊരു തൂണുണ്ട്, ആ തൂണിന്റെ മറവിപ്പ് എനിക്കണം. ഫ്രണ്ടിലോട്ട് നിൽക്കുകയില്ല. എത്ര ആള് കുറവാണെങ്കിലും ഫ്രണ്ടിൽ നിൽക്കൂല, പതുക്കെ ബാക്കടിച്ച് ആരെങ്കിലും ചെറുപ്പക്കാർ വരുമെങ്കിൽ അവരെയും കൂടെ പിടിച്ച് ഫ്രണ്ടിലോട്ട് നിർത്തിയിട്ട് ഇയാൾ ബാക്കിൽ സഫ് ഇട്ടോളൂ. അങ്ങനെ തന്നെ 1-ാമത്തെ സഫുകൾ പൂർത്തീകരിച്ചിട്ട് വേണം അടുത്ത സഫിലേക്ക് കടന്നു വരാൻ.
ഇത് ശ്രദ്ധിക്കാത്ത ആളുകൾ ഇന്നും ധാരാളമുണ്ട്. വിടവിടുന്നവരുണ്ട്, ശ്രദ്ധിക്കാത്തവരുണ്ട്. ചിലത് വലത് മാത്രം പിടിക്കും, ഇടത് ശ്രദ്ധിക്കൂല. അങ്ങനെയല്ല. മോദിൻ ഉസ്താദിന്റെ പുറകിൽ ഇഖാമത്ത് കൊടുത്തതാകുന്ന ആളുടെ പിന്നിൽ വലത്തേസുള്ള ഒരാൾ നിന്നാൽ പിന്നെ ഇടത്ത്, പിന്നെ അതിന്റെ വലത്തൊന്നു നിന്നാൽ പിന്നെ ഇടത്ത്, അങ്ങനെ തന്നെ പൂർത്തിയാക്കി പോകണം. അത് ശ്രദ്ധിക്കാതെ വലത് പിടിക്കലാണ് ശ്രേഷ്ഠത എന്ന് മനസ്സിലാക്കിയിട്ട് ഇമാമിന്റെ വലതുഭാഗം അങ്ങ് പിടിക്കുന്നതാണ്. ചിലരിന് ഇമാമ് സലാം വീട്ടിയിട്ട് വലത്തോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ നമ്മളെ കണ്ടെങ്കിലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇടത് മാത്രം പിടിക്കുന്നു. അങ്ങനെയുണ്ട്. ചില പള്ളിയിൽ ഇടത്തോട്ടാണ് കൂടുതൽ ശ്രദ്ധ. ഇമാമങ്ങാണ് ഇങ്ങോട്ട് നോക്കിയിട്ട് നമ്മളെ മോന്തയ്ക്കോട്ട് നോക്കിയിരിക്കുമല്ലോ സുബ്ഹാനല്ലാഹ് ചെല്ലുമ്പോൾ. എന്നാൽ അത് വേണ്ട, അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് ആയിട്ട് ഇരിക്കുക. അങ്ങനെ കരുതുന്നവരുണ്ട്. അള്ളാഹു മുളക്കാക്കുമാറും. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ഈ ശൈലിയൊക്കെ അപകടമാണ്. ഇതൊക്കെ ആഖിറത്തിൽ ഗുണം ചെയ്യൂല, ദുനിയാവിൽ തന്നെ പ്രയാസം ഉണ്ടാക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആണ് ഖുർആൻ പറയുന്നത്, വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. മടിയാണ്, അലസതയാണ്, അതിനോടൊന്നും ഒരു താല്പര്യമില്ല. മാത്രമല്ല യുറാഊനന്നാസ്, ആളുകളെ കാണിക്കുക എന്നുള്ള ലക്ഷ്യം. രണ്ടാമത്തത് മുനാഫിക്കിന്റെ അടയാളം. ഒന്നാമത്തെ അടയാളം മടിയും അലസതയും. എപ്പോഴും നിസ്കാരത്തിൽ തൊട്ട് പിന്തൽ. അപ്പൊ തന്നെ ഉറപ്പിച്ചോ, നീ മുനാഫിക്കിൽപ്പെട്ട. അള്ളാഹു മുളക്കാക്കുമാറാവട്ടെ. നിസ്കരിക്കാനൊക്കെ മടിയുണ്ടെങ്കിൽ മനസ്സിലായിക്കോണം, മുനാഫിക്കൊന്നിനി ആരും പേരൊന്നും വെച്ച് തരണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് പേരിടുക. രണ്ടാമത്തത് ജനങ്ങളെ കാണിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നിസ്കാരം കൊണ്ട് ഇബാദത്ത് കൊണ്ട് കണക്കാക്കുന്നതെങ്കിൽ നീ ഒരു മുനാഫിഖാണ്. അള്ളാഹു മുളക്കാക്കട്ടെ. മൂന്നാമത്തത് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. അള്ളാഹുവിനെ ഓർക്കുന്ന സമയം വളരെ കുറഞ്ഞ സമയം ജീവിതത്തിലുള്ളൂ, അവന് മുനാഫിഖാണ്. അള്ളാഹു മുളക്കാക്കുമാറാവട്ടെ. റബ്ബിനെ ഓർക്കുന്ന സമയം വളരെ കുറഞ്ഞ സമയം മാത്രം ഓർക്കുക. റബ്ബിന് ദിക്ർ ചെല്ലുന്നത്, ഖുർആൻ ഓതുന്നത്, നിസ്കരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുറഞ്ഞ സമയം കൊണ്ട് മതിയാക്കുക. നിസ്കാരം കഴിഞ്ഞ ഉടനെ ചിലർ മക്കനെ കൂരിയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി മുസല മടക്കി ഭയങ്കര ചൂട് റാഹത്തായി. പിന്നെ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരു ചൂടുമില്ല, റാഹത്തായിട്ട് എത്ര നേരം പണി ഇരിക്കും. ഇൻസ്റ്റാഗ്രാമിനകത്ത് പോസ്റ്റ് ഇടുന്നതിന് കുഴപ്പമില്ല, ഫേസ്ബുക്കിനകത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്നതിന് കുഴപ്പമില്ല, യൂട്യൂബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് കുഴപ്പമില്ല. ഒരു വിഷയം എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കും. ആ ഇരുന്നിടത്തുനിന്ന് കണ്ടു മാറ്റൂല, അങ്ങനെ തന്നെ ഇരിക്കും. നിസ്കാരത്തിന് അങ്ങോട്ട് മുസല്ല വിരിച്ച ഭയങ്കര ചൂടാണ്. നിസ്കാരം കഴിഞ്ഞ ചാടിയ സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ് ദിക്റും ഇല്ല, ഒന്നുമില്ല, വേഗം ചാടി എഴുന്നേറ്റ് അവിടുന്ന് എങ്ങനെയെങ്കിലും എഴുന്നേക്കണം. അങ്ങനെ തോന്നുന്നുണ്ടോ? ഇന്ന് സുന്നികൾക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന വിഷയം അതാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ എയർ കണ്ടീഷൻ വെച്ച് AC വെച്ച പള്ളിയായിരിക്കും, നല്ല ഫാനും സൗകര്യമുള്ള, നല്ല തണുപ്പിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ പോലും നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോഴാണ് ആചാര്യ എഴുന്നേറ്റ് ഒറ്റപ്പോക്ക. ഫ്രണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, ഒറ്റപ്പോക്കാൻ. സുന്നത്തമാത്തിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, സമയമില്ലെന്ന് പുറത്തു പോയിരുന്ന കുറച്ചു നേരം പ്രായത്തായിട്ട് വാചകം അടിച്ചോണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെന്ത് സുന്നിയാണ്? നീ ഇതൊന്നും എടുക്കുന്നില്ലെങ്കിൽ പിന്നെന്താണ്? പിന്നെ ഇത് ആരെടുക്കാനാണ്? പിന്നെ ഇത് ആര് ചെയ്യാനാണ്? നീയല്ലേ ഈ കാരണവന്മാര്, സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട, അടുത്ത തലമുറയ്ക്ക് മാതൃകയാകേണ്ട ആളുകളല്ലേ നിങ്ങൾ. ചാടി എഴുന്നേറ്റ് പോയാൽ പിന്നെ അങ്ങനെ ബാക്കിയുള്ളവർ അമൽ ചെയ്യാം. അപ്പൊ അതിനവിടെ ഇരിക്കണ്ടേ? ക്ഷമയോടുകൂടി അവിടെ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലണ്ടേ? ഒരു 5 മിനിറ്റല്ലേ ഉള്ളൂ. നിങ്ങൾ ഈ കൂട്ടുപ്രാർത്ഥനയ്ക്കൊന്നും കൃത്യമായി ഇരുന്നു കൊടുത്തില്ലെങ്കിൽ വരുന്ന തലമുറ എങ്ങനെ നന്നാവും? നമ്മൾ നിസ്കാരം കഴിഞ്ഞ കൊണ്ട് ചാടി ഇറങ്ങി പുറയിലത്തെ സഫിൽ പോയിട്ട് ആ തൂണിലോട്ട് ചാരി ഇരുന്ന് കാല് നീട്ടിയിരുന്നിട്ട് കാല് പിടിച്ച് ഭയങ്കര അമക്കലും നെക്കലും ഭയങ്കര ഒഴിയലും. എന്നാ പിന്നെ വലിയ മറ്റേ ആയുർവേദ ചികിത്സ നടത്തും. ഒരാഴ്ച അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ആചാര്യ ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് കയറി. ഇത് തന്നെ തറാവീഹ് 2 റക്അത്ത് കഴിഞ്ഞാൽ ഉടനെ പുറകിൽ പോയിരുന്നിട്ട് കാലൊക്കെ നീട്ടി തുപ്പി, അങ്ങോട്ട് തുപ്പി ഇങ്ങോട്ട് തുപ്പി. എന്താണ് ഈ കാണിക്കുന്നത്? ആകെ 20 റക്അത്താണ്. ആ 20 റക്അത്തിനിടയിൽ 10 തുപ്പല വെളിയില്. എന്തൊക്കെയോ കാണിക്കലാണ് തറാവി. ഇനിയിപ്പം റമളാൻ വരാൻ പോവാൻ, റജബത്തി. ഈ ആഴ്ച വരുന്ന ഞായറാഴ്ച മിക്കവാറും റജബ് 1 തിങ്കൾ എന്തായാലും 1 എത്തും. വരുന്ന തിങ്കളാഴ്ച. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമളാന്റെ വിളംബരാണത്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റജബ് മാസം കടന്നു വരുമ്പോൾ ദുആ ചെയ്യാറില്ലയോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ.
അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളുടെ റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പുണ്യമായ റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സത്യവിശ്വാസികൾ ദുആ ചെയ്യണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിന് മുന്നേ ഒരുങ്ങി തയ്യാറെടുക്കാൻ സത്യവിശ്വാസികൾക്ക് പ്രചോദനദായകമായി നബി തങ്ങൾ പഠിപ്പിച്ചതായ പ്രാർത്ഥനയല്ലയോ ലോക മുസ്ലിമീങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ദുആ അല്ലയോ? എല്ലാ പള്ളി മെഹ്റാബുകളിൽ നിന്നും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈ പ്രാർത്ഥനയിലൂടെ 5 വഖ്ത് നമസ്കാരങ്ങൾ ഇതാ മുഖരിതമാകാൻ പോയാണ്. ആ പുണ്യമാക്കപ്പെട്ട റമളാൻ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി 2 മാസത്തോളം ഇമാമിങ്ങൾ കണ്ടമിടറിക്കൊണ്ട് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. വബല്ലഗനാ റമളാൻ, ബറക്കത്തിന്റെ മാസങ്ങളായ പുണ്യമാക്കപ്പെട്ട റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയുകയും പുണ്യമായ റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണേ അല്ലാഹ്. സത്യവിശ്വാസി ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. നമ്മളിലേക്ക് വരികയാണത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബർക്കത്ത് ചോദിച്ചു വാങ്ങാനും റമളാനിനെ നമ്മളിലേക്ക് വേദാവിധി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി കൊണ്ട് വരവേൽക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സമയമായി. ഇപ്പം നിസ്കാരം മറ്റുമൊക്കെ ആയിട്ട് കൂടുതൽ ബന്ധം പുതുക്കേണ്ട സമയമാണ്. അതുകൊണ്ടാണ് ഈ വാളിന് സദസ്സ് മറ്റുള്ളതിൽ നിന്ന് പ്രചോദനമാകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമസ്കാരത്തെ അലസത വെക്കുന്നവരില്ലയോ, നമസ്കാരത്തിനോട് താല്പര്യമില്ലാതെ ജീവിക്കുന്നവരില്ലയോ, അതിനോട് മടി കാണിക്കുന്ന ചെറുപ്പക്കാരില്ലയോ, സഹോദരിമാരില്ലയോ, സിനിമ കാണാൻ മടിയില്ല, റീൽസ് കണ്ടുകൊണ്ടിരിക്കാൻ യാതൊരുവിധ പ്രയാസവുമില്ല. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും അതിനുവേണ്ടി ചെലവഴിക്കാൻ ഇന്നത്തെ തലമുറ തയ്യാറാണ്. ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് നിലകൊള്ളാനോ അല്ലാഹുവിന്റെ മുന്നിൽ 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി നിലകൊള്ളാനോ താല്പര്യമില്ല. നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ മടിയാണ്. അലസത വെക്കുന്നവരില്ലയോ, ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി നമസ്കരിക്കുന്നവരില്ലയോ, വളരെ കുറഞ്ഞ സമയം മാത്രം കൊണ്ട് ഇബാദത്തുകൾ പരിമിതപ്പെടുത്തുന്നവരില്ലയോ, അവർ മുനാഫിഖീങ്ങളാണ്. ഇവരാണ് കപട വിശ്വാസികൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇത്തരക്കാരായ ആളുകൾ സൂര്യൻ അസ്തമിക്കുന്നത് വരെ പാതിരാത്രി സമയം വരെ പല കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ മാറ്റിവെക്കുകയാ. ടെറഫുകളിൽ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ബീച്ച് റോഡുകളിൽ കറങ്ങി നടക്കുന്നവരുണ്ട്, ഓരോ പാർക്കിലും മാളുകളിലും സിനിമാ തിയേറ്ററിലും അടക്കം സമയങ്ങളെ കൊന്നു തീർക്കുന്നവരുണ്ട്. അവസാനം പാതിരാത്രി സമയമാകുമ്പോ ഓടി വരുകയാണ്, പെട്ടെന്ന് ഒരു പാസാക്കുകയാണ്. കാക്ക രക്തം കുത്തുന്നത് പോലെ വേഗം വന്നുകൊണ്ട് തലകുത്തി മറിയുകയാണ്, നിസ്കരിക്കുകയാണ്. അത് മുസ്ലിമിന്റെ നമസ്കാരമേ അല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തിൽക, ഈ രീതിയിൽ നമസ്കരിക്കുന്നവരില്ലയോ, എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് തലകുത്തി മറിഞ്ഞ് സ്പീഡിൽ നമസ്കരിച്ചിട്ട് മുസല്ല മടക്കിക്കൊണ്ട് എഴുന്നേറ്റ് പോകുന്നതായ മുസ്ലിം ചെറുപ്പക്കാരികളില്ലയോ, സഹോദരങ്ങളില്ലയോ, തിൽക സ്വലാത്തുൽ മുനാഫിഖീൻ, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ് സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, അത്തരത്തിലുള്ള മുനാഫിഖീങ്ങളായ കപട വിശ്വാസികളായ ആളുകൾക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ ഗേഹമേതെന്നറിയുമോ? ഇന്നൽ മുനാഫിഖീൻ ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ വലാ തജിദ ലഹും നസീറാ.
ഈ ദുനിയാവിൽ കപടതയുടെ മുഖവുമായി അള്ളാഹുവിന്റെ ദീനിൽ നിലകൊണ്ടവരില്ലയോ? മുസ്ലിമായി ജീവിച്ചവനാണ്, ആധാർ കാർഡിൽ മുസ്ലിമാണ്, പാൻ കാർഡിൽ മുസ്ലിമാണ്, SIR-ന്റെ ഫോം പൂരിപ്പിച്ചപ്പോഴും അവൻ മുസ്ലിമാക്കിയവനാണ്, മാതാവിന്റെ പിതാവിന്റെ ഒക്കെ പേരുകൾ കൃത്യമായി കൊടുത്ത് അടയാളപ്പെടുത്തിയവനാണ്, എല്ലാ കാർഡുകളിലും അവൻ മുസ്ലിമാണ്. പക്ഷേ കേവലം മുസ്ലിം നാമധാരിയാണ്. അള്ളാഹുവിന്റെ ദീനുമായി പുലബന്ധമില്ല, നിസ്കാര ചിട്ടയുള്ളവനല്ല, ഖുർആൻ ഓതാൻ താല്പര്യമുള്ളവനല്ല, ദിക്റിന്റെ സദസ്സുകളിൽ മാറി ചിന്തിക്കുന്നവനാണ്. മജ്ലിസുൻ നൂറുകൾക്ക് തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുത്തതായ ഇന്ന് വരെ ചരിത്രമുണ്ടായിട്ടില്ല. ഒരു സദസ്സിലും അവന്റെ പ്രാതിനിധ്യം പരിപൂർണമായിട്ടുണ്ടായിട്ടില്ല. ദീനിന്റെ കാര്യങ്ങളിൽ പരിപൂർണമായി മാറി നിൽക്കുന്ന യുവത്വമേ, യുവതികളെ, പരിശുദ്ധമായ ഖുർആൻ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ അഴിഞ്ഞാടിയ ജീവിതം നയിച്ചുകൊണ്ട് കളിച്ചും രസിച്ചും സിനിമ കണ്ടും സീരിയൽ കൊണ്ടുകൊണ്ടും മോശപ്പെട്ട ലോകത്തേക്ക് കണ്ണുകൾ കൊണ്ടുപോയവരല്ലേ, കാതുകളെ കൊണ്ടുപോയവരല്ലേ, ശരീരത്തെ കൊണ്ടുപോയതാകുന്ന ചെറുപ്പക്കാരല്ലേ, യുവതികളല്ലേ. ഇന്നൽ മുനാഫിഖീൻ ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതാകുന്ന നരകത്തിന്റെ അഗ്നികുണ്ടാരങ്ങൾ ഏൽക്കപ്പെട്ടതാകുന്ന നരകത്തിന്റെ ഏറ്റവും വലിയ അടിത്തട്ടിലാണ്, അതിന്റെ അങ്ങേയറ്റത്തെ ചൂടുള്ള പ്രതലമാണ് മുനാഫിഖാകുന്ന കപട വിശ്വാസിക്ക് അല്ലാഹു നൽകുക എന്ന് വിശുദ്ധമായ ഖുർആൻ. നമസ്കാരത്തെ മടി കാണിച്ചുകൊണ്ട് പുറകോട്ട് വരഞ്ഞതാകുന്ന യുവത്വമല്ലേ, ബാങ്ക് വിളിക്കുമ്പോ ബാങ്കിനെ നിസാരപ്പെടുത്തി കൊണ്ടുപോയ ചെറുപ്പക്കാരല്ലേ, ചെറുപ്പക്കാരികളല്ലേ, മോശപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന യുവത്വമല്ലേ, അള്ളാഹുവിന്റെ പള്ളിയെ നിസാരവൽക്കരിച്ചവനല്ലേ. ഇതാ നരകത്തിന്റെ അടിത്തട്ടാണ് അള്ളാഹു നിനക്ക് നൽകുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. വലാ തജിദ ലഹും നസീറാ, ഒരു സഹായി പോലും നിനക്കില്ല നിന്നെ രക്ഷപ്പെടുത്താൻ ഈ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. വലാ തസിറു വാസിറത്തുൻ വിസറ ഉഖറാ. മഹ്ശർ എന്നാൽ നിസാരമല്ലല്ലോ ചെറുപ്പക്കാരാ, സോദര. ഒരാൾ മറ്റൊരാളുടെ പാപഭാരങ്ങൾ ഏൽക്കുകയേ ഇല്ല, ഒരാളും ഏൽക്കൂല. ഇവിടെ ദുന്യാവില് അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഇതൊന്ന് അപ്പുറത്തോട്ട് കടത്തിത്താ, എന്നാ കൊണ്ടുപോവാ. നിന്റെ ഭാരഭാരങ്ങളും ഒക്കെ ചൂങ്ങുന്നോണ്ടാവും. എയർപോർട്ടിൽ വെച്ച് ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം, ഇവിടെ എനിക്ക് കൂടുതലാ, 7 കിലോ ഹാൻഡ് ബാഗ് പറ്റുള്ളൂ, നോക്കി ഇപ്പൊ 8 കിലോ ഉണ്ട്, അവിടെ പ്രശ്നമാക്കുന്നുണ്ട്, 1 കിലോ അപ്പുറത്തോട്ട് വെച്ച് കൊടുത്ത് ആഹത്ത് എടുത്തോണ്ട് അപ്പുറത്ത് വരെ കൊണ്ടുവന്നാ പോരെ, ഞാൻ കൊണ്ടുവന്നുണ്ട്. ഇവിടെ നിനക്ക് ചുമക്കാനൊക്കെ ആളുണ്ടാവും, അവിടെ അള്ളാഹത്ത് ഇവിടെ 1 കിലോ കൂടുതലുണ്ട്, 1/2 കിലോ അങ്ങോട്ട് തരാം അള്ളാഹത്ത്, ഇവിടെ കൂടുതലായിട്ടിരിക്കും. ഒരാളും മറ്റൊരാളുടെ പാപഭാരങ്ങൾ ചുമക്കാത്ത സ്ഥലം മഹ്ശറ. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറ. ഖുർആനാണ് പറഞ്ഞത്, ഒരാള് ചുമക്കൂല. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കും, ഇത് ചെറിയ വിഷയമല്ല, ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. നല്ല സമയവും നല്ല സന്ദർഭമാണിത്. കളിക്കാനും രസിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ അള്ളാഹു നിന്റെ കൺമുന്നിൽ വെച്ച് തന്നത് ഒന്ന് പരീക്ഷിക്കാനാണ്. ദുന്യാവെന്ന് പറഞ്ഞാൽ തന്നെ പരീക്ഷണാണല്ലോ. ഇവിടെ എന്തിനാ അള്ളാഹു ജീവിതം നൽകിയിരിക്കുന്നത്, എന്തിനാണ് ശേഷം മരണം നൽകിയിരിക്കുന്നത്, ഒക്കെ പരീക്ഷണാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور.
അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്ന അല്ലാഹു അവൻ പരിശുദ്ധനാണ്, ബറക്കത്തുള്ളവനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ഈ ദുന്യവിയായ ജീവിതത്തെയും ശേഷമുള്ള മരണത്തെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനെന്നറിയുമോ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ് അല്ലാഹു ഈ ജീവിതത്തെയും ശേഷം ഒരു മരണത്തെയും ക്രമീകരിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അതൊക്കെ വെറുതെ അല്ല അല്ലാഹു പഠിച്ചത്. നമ്മളിവിടെ ദുനിയാവിൽ ഇങ്ങനെ കടിച്ച് രസിച്ച് ഇങ്ങനെ പോകാനാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഇതിനൊക്കെ പ്രത്യേക തീരുമാനമുണ്ട്. അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങോട്ട് അയച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യ ജിന്ന വർഗത്തെ ഇങ്ങോട്ടേക്ക് ഞാൻ അയച്ചത് തന്നെ എന്നെ ആരാധിക്കാൻ. ആമീൻ പറയും സഹോദരങ്ങളെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. രാവിലെ ബാങ്ക് കേൾക്കുമ്പോൾ ഖുർആനത്ത് കേൾക്കുമ്പോൾ നായകൾ ഭയങ്കരമായിട്ട് ഓരയിടും, പിശാചുള്ളതെന്നാണ്. അതൊക്കെ ദീനിൽ അടിസ്ഥാനമുള്ളതാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് കേൾപ്പിച്ച് തരാൻ പറ്റി, കണ്ടില്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിക്കും. പരിശുദ്ധമായ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത് തന്നെ നല്ല ചിട്ട നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എത്ര മനോഹരമാണ് നമ്മുടെ ദീൻ. അല്ലാഹു ദീൻ പരിപൂർണമായി മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാ സംസ്കാരങ്ങളെയും മനോഹരമാക്കപ്പെട്ട എല്ലാ നന്മകളെയും ചേർത്ത് വെച്ചിട്ടുള്ളതാണ് പരിശുദ്ധമായ ദീൻ. ഇന്ന് ഈ ദീൻ വിട്ടിട്ട് പോകുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, മതത്തെ എതിർത്തുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാർ ഇന്ന് ധാരാളം വരികയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. യുക്തിവാദികളുടെ പ്രസംഗങ്ങളും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് നിലകൊള്ളുന്നവർ നമ്മുടെ ദീനിൽ നിന്ന് വിട്ടുപോകും. അത്തരത്തിലുള്ള പുസ്തകങ്ങളും വിഷയങ്ങളും കേൾക്കരുതെന്നാണ് അയിമത്തുകൾ പഠിപ്പിക്കുന്നത്. ഇമാമികളെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് ചെറിയൊരു പ്രകാശമാണ്. നൂറുൻ യഖ്ദിഫുഹുല്ലാഹു അലാ ഖൽബി മൻ യശാഉ, അള്ളാഹു ഉദ്ദേശിച്ചതിരിക്കുന്ന ചില ആളുകളുടെ ഹൃദയത്തിൽ അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ പ്രകാശം. എപ്പോൾ വേണമെങ്കിലും കെട്ടുപോകാം, എങ്ങനെ വേണമെങ്കിലും അണഞ്ഞു പോകാം. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ആ വെളിച്ചം ഊതിക്കെടുത്താൻ പല ആളുകളുമുണ്ട്. അതിങ്ങനെ കത്തിച്ച് പ്രകാശം അണയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം, മാറ്റുകൂട്ടണം. അതിനാണ് നിസ്കാരം, അതിനാണ് ഖുർആനോത്ത്, അതിനാണ് ദിക്ർ, അതിനാണ് ഔറാദുകൾ. നമുക്കതില്ല, നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ തലമുറയിൽ അതെല്ലാം ഇല്ലാതായി പോയില്ലേ? എത്ര ആളുകളുണ്ട് ഖുർആൻ നല്ലതുപോലെ ഓതുന്നവർ, ഖുർആൻ ഓതാൻ അറിയാവുന്നവരാണ് നമ്മളൊക്കെ. +2 തരം വരെ മദ്രസ നമുക്കുണ്ട്. എത്ര ആളുകൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായി പഠിച്ചിറങ്ങുന്ന എത്ര മക്കളുണ്ട്. അത് കഴിഞ്ഞാലും എത്രയോ സിലബസുകൾ സമസ്യയുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളായി മാറാൻ എത്രയോ മനോഹരമാക്കപ്പെട്ടതാകുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. സ്ത്രീകൾക്കുണ്ട്, പുരുഷന്മാർക്കുണ്ട്. അറബി കോളേജുകളുണ്ട്, വനിതാ കോളേജുകളുണ്ട്. കൃത്യമായി അതിൽ പങ്കെടുത്തുകൊണ്ട് പഠിക്കുന്ന എത്ര പേരുണ്ട്? ഇപ്പൊ നമുക്ക് തന്നെ ഇല്ലേ, ഫാദിലേ അല്ലേ, ഇവിടെ തന്നെ ഉണ്ട്. എത്ര പേരത് ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്? ചിന്തിക്കണം നമ്മൾ. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ.